ഒരു അടിപൊളി തിരക്കഥ കിട്ടിയിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ കാണണം. എങ്കിലേ ഹീറോ ആരാന്നും വില്ലൻ ആരാന്നും മനസ്സിലാവും. അപ്പോ കഥ സല്ലിട്ടുമാ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സംഭവം പിടികിട്ടിയ SFI പ്രതിഷേധത്തിനിടെ പോലീസുകാർ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു. അങ്ങനെ രക്ഷകനായി നമ്മുടെ ഹീറോ അവതരിച്ചു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ചോരയിൽ മുക്കിക്കൊല്ലാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ മാർഗം ഉപയോഗിക്കുകയാണ്. UDFന്റെ പുതിയ മാർഗത്തിലൊന്നും പോലീസിന്റെ കയ്യിൽ ബ്ലേഡ് കൊടുത്ത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കീറുക എന്നുള്ളതാണ്. അതിന്യായം. പ്രതിഷേധങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ പോലീസുകാര് പെരുമാറാൻ പാടുണ്ടോ? ഈ രണ്ട് വിരലുകളുടെ ഇടയിൽ ബ്ലേഡ് വെച്ച് വിദ്യാർത്ഥികളെ കൈകൊണ്ട് പിടിക്കുമ്പോൾ അവരുടെ ശരീരത്തിലൂടെ വരയുകയാണ് പോലീസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് കാണാൻ കഴിയും, വിദ്യാർത്ഥികളുടെ പുറത്ത് ലാത്തി കൊണ്ട് അടിച്ചത് മാത്രമല്ല, ലാത്തിക്ക് പുറമെ ബ്ലേഡ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരച്ചാൽ എങ്ങനെയുണ്ടാകും, ആ നിലയിൽ ഞങ്ങളുടെ സഖാക്കളുടെ ശരീരത്തിൽ പോലീസ് പരിക്കേൽപ്പിച്ചു. SFI ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പ്രതിജ്ഞയിൽ പറയുന്നത് ഇങ്ങനെയാ: വിദ്യാർത്ഥി വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ പോലീസ് നടപടികൾ അവസാനിപ്പിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് SFI പ്രതിജ്ഞയെടുത്തു. അല്ല, ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ബ്ലേഡ് ഒന്നും കൊണ്ടുവരത്തില്ല, ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ല. SFI പ്രവർത്തകനെ തിരിച്ചറിഞ്ഞത് പോലീസ്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു. ബ്ലേഡ് ആക്രമണ ആരോപണത്തിൽ പരാതി നൽകി. ഞങ്ങൾ ബ്ലേഡ്, പിന്നെ ഈ മഷിക്കുപ്പി, ഇതൊന്നും കൊണ്ടുപോകുന്ന ആൾക്കാരല്ല ഞങ്ങള്. മനസ്സിലായല്ലോ? അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പ്രതിജ്ഞ വേസ്റ്റ് ആയിട്ടോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. മഷിക്കുപ്പി കൊണ്ടുപോവാ, ബ്ലേഡ് കൊണ്ടുപോവാ, അതൊന്നുമില്ല. അതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ പറയാൻ. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ബ്ലേഡുമായിട്ട് സമരത്തിന് ഇറങ്ങിയത് ആരാ? ആ ബ്ലേഡ് ആര് കൊണ്ടുവന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഏതായാലും പോലീസുകാരുടെ കയ്യിൽ ലാത്തിയിരിക്കുമ്പോൾ ബ്ലേഡ് കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. സമരത്തിന് വരുന്ന ആളുകൾ എന്തിനാണ് ഈ ബ്ലേഡ് കൊണ്ടുവരുന്നത്? അപ്പൊ അത് വളരെ തെറ്റായ ഒരു സമര രീതിയാണ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രംഗത്തൂടെ കടന്നു വന്ന ഞങ്ങളൊരു ബ്ലേഡും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ എനിക്കറിയാം, നിനക്കറിയാം, എന്നെ കുറിച്ചെല്ലാം എനിക്കറിയാം. അല്ല, നിങ്ങള് ആവശ്യമായ ചോദ്യങ്ങളിലേക്ക് പോകണ്ട. ഞങ്ങൾ കൊറേ ബ്ലേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഥ അവസാനിച്ച്. ഇതിൽ സത്യത്തിൽ യഥാർത്ഥ വില്ലൻ ആരാ, യഥാർത്ഥ ഹീറോ ആരാ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ.